മൾട്ടി ഫങ്ഷൻ ടെസ്റ്റർ TC1 ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ. ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് ഇതിൻ്റെ കൂടെ 2 കമ്പോണൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പാക്കിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന കാലിബ്രേഷൻ ലീഡാണ് ഇതിൽ കുത്തിവെച്ചിരിക്കുന്നത്. അത് ഇട്ടിട്ട് ആദ്യം ഇത് സെറ്റപ്പ് ചെയ്യണം. സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ കമ്പോണൻറ്റൊക്കെ വാല്യൂ ഒക്കെ ചെക്ക് ചെയ്യുക. അതായത് ഏകദേശം ഒരു 36% ആകുമ്പോൾ അതങ്ങ് വലിച്ചു ഊരണം. കറക്റ്റായിട്ട് 36% ആകുമ്പോൾ ഏകദേശം 36-40 ഇടയ്ക്ക് ആകുമ്പോൾ ആ ലീഡ് ഇങ്ങ് വലിച്ചു ഊരണം. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ 36-40% ആകുമ്പോൾ ഏകദേശം 40% ആകുമ്പോൾ ഇതുപോലെ വലിച്ച് ഇങ്ങ് ഊരണം. വലിച്ച് ഊരിയിട്ട് നമ്മൾ ആ കപ്പാസിറ്ററും അതുപോലെ തന്നെ അതിലുള്ള LED ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റാണോ എന്നുള്ളത്. അതിനുശേഷം കപ്പാസിറ്റർ ചെക്ക് ചെയ്ത് നോക്കുക. കപ്പാസിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ചാർജ് ഉണ്ടാകാൻ പാടില്ല, ഡിസ്ചാർജ് ചെയ്തിരിക്കണം. അതിപ്പോൾ ഏത് കപ്പാസിറ്റർ ആണെങ്കിലും ഇതിൽ വരുന്നത് ചിലപ്പോൾ ചാർജ് ഉണ്ടാവില്ല. പക്ഷേ ഏതായാലും ചാർജ് ഉള്ളത് ഇട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൾട്ടിമീറ്റർ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ചാർജ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വേണം ചെക്ക് ചെയ്യാൻ. ഇതിപ്പോൾ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി മൾട്ടിമീറ്റർ. ഇനി നമുക്ക് ഇതിൽ വന്നിട്ടുള്ള LED ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. LED കുത്തിവെച്ചതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെയാണ്, മൾട്ടിമീറ്റർ ഓക്കെ ആയി. ഇത് ഞാൻ പറഞ്ഞ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ ഏത് ചെക്ക് ചെയ്യുമ്പോഴും അത് ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മൾട്ടിമീറ്റർ കംപ്ലൈൻറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇതിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ വാല്യൂ കാണിക്കുന്നുണ്ട്, കറക്റ്റ് കാണിക്കും. അത് ഏതായാലും IC ഒഴികെ ഒരുവിധം കമ്പോണൻ്റൊക്കെ ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും.